നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിൽ ഈ മാസം 19-ന് മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ നഗരസഭ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ തീരുമാനമായി. ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഓരോ വാർഡുകളിലും ശുചിത്വ കമ്മിറ്റി കൂടി. കോഴി ഫാമിൽ ഉൾപ്പെടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 4 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ തഴക്കര, തലവടി, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 54,000 രൂപയ്ക്ക് മുകളിലെത്തി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,785 രൂപയും പവൻ 560 രൂപ വർദ്ധിച്ച് 54,280 രൂപയായി. GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 59,000 രൂപയോളം ഉപഭോക്താവ് നൽകേണ്ടി വരും. വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘം 6ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന് തുടക്കമായി. കലാശാഭിഷേകം, ഗുരുപൂജ, പ്രഭാഷണം, അന്നദാനം, താലപ്പൊലി, ദീപക്കാഴ്ചയടക്കം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ഈ മാസം 18-ന് വൈകിട്ടോടെ പരിപാടികൾ സമാപിക്കും. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ആലപ്പി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഫെഡറേറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിൽ ഈ മാസം 19-ന് മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ നഗരസഭ സംഘടിപ്പിച്ച പ്രത്യേക ആലോചനാ യോഗത്തിൽ തീരുമാനമായി. ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഓരോ വാർഡുകളിലും ശുചിത്വ കമ്മിറ്റി കൂടി. ഓരോ വാർഡിനെയും 4 ഭാഗങ്ങളാക്കിയാകും ശുചീകരണം നടത്തുക. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. നഗരത്തിലെ 52 വാർഡുകളിൽ 19-ന് മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ നഗരസഭ പ്രത്യേക യോഗത്തിൽ തീരുമാനമായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച വാർഡുകളിൽ ശുചിത്വ കമ്മിറ്റികൾ കൂടി 19-ന് നടത്തുന്ന ക്യാമ്പയിൻ്റെ രൂപരേഖ തയ്യാറാക്കി. ഒരു വാർഡിനെ 4 ഭാഗങ്ങളായി തിരിച്ചായിരിക്കും ശുചീകരണം നടത്തുക. നഗരത്തിലെ 48,000 വീടുകളിൽ കുടുംബാംഗങ്ങൾ ചേർന്നും വീടും പരിസരവും വൃത്തിയാക്കും. മെഗാ ക്യാമ്പയിൻ്റെ വിജയത്തിനായി നഗരസഭാ ഹാളിൽ നടത്തിയ ജനകീയ ആലോചനാ യോഗത്തിൽ കൗൺസിൽ അംഗങ്ങൾ, റെസിഡന്റ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭാരവാഹികൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ, ഹൗസ് ബോട്ട് ഉടമ സംഘടനകൾ, സ്കൂൾ കോളേജ് NSS വോളണ്ടിയർമാർ, റോട്ടറി, ലയൺസ്, JCI തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം വരുന്ന വേസ്റ്റുകൾ ഇടാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നഗരസഭയുടെ അതിർത്തിയിൽ വരുന്ന സ്ഥലങ്ങൾ വളരെ കുറവുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ചതുപ്പ് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അത് പറഞ്ഞ് നമുക്ക് ആവശ്യമായ ഇത്തരത്തിലുള്ള കാണുകൾ വൃത്തിയാക്കുമ്പോൾ വരുന്ന മണ്ണും മറ്റ് പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റ് വേസ്റ്റുകളും ഒക്കെ തന്നെ നമ്മുടെ എറോബിക്കിൽ നിന്ന് വരുന്ന വളമടക്കമുള്ള വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ നമുക്ക് സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി വളരെയേറെയുള്ള ഒരു നഗരസഭയാണ് ആലപ്പുഴ നഗരസഭ. അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെയും സ്ഥലം നമ്മൾ ചതുപ്പ് വാങ്ങിയെടുത്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നിക്ഷേപിച്ച് നിറച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി ഉപാധ്യക്ഷൻ PSM ഹുസൈൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, കക്ഷി നേതാക്കളായ സൗമ്യരാജ്, DP മധു, സലീമുല്ല, G ഹരികൃഷ്ണൻ, LSGD ജോയിന്റ് ഡയറക്ടർ വിനു ജോൺ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK വിനോദ് കുമാർ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോഴി ഫാമിൽ ഉൾപ്പെടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 4 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ തഴക്കര, തലവടി, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരു കോഴി ഫാമിൽ ഉൾപ്പെടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 4 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലെ തഴക്കര, തലവടി, ചമ്പക്കുളം എന്നിവിടങ്ങളിലും പത്തനംതിട്ടയിലെ നിരണത്തുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷിരോഗ നിർണയ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. മാവേലിക്കര, തഴക്കര, വെട്ടിയാർ, ചെരുവേലിൽ, ചാലിൽ പാടശേഖരത്തിൽ ചെന്നിത്തല സ്വദേശി സന്തോഷിന്റെ 10,000 താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇവയിൽ 4,000 എണ്ണം ചത്തു. തലവടി പഞ്ചായത്ത് 13-ാം വാർഡിൽ കൊമ്പനാടി ബിനോയ് ജോസഫിന്റെ 3,550 താറാവുകൾക്ക് രോഗബാധ കണ്ടെത്തി. അവയിൽ 1,500 താറാവുകൾ ചത്തു. ചമ്പക്കുളം പഞ്ചായത്ത് 3-ാം വാർഡിൽ കോഴി ഫാമിലെ 40 കോഴികൾക്കും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ തിരുവല്ല താലൂക്കിലെ നിരണം പഞ്ചായത്ത് 13-ാം വാർഡിൽ ഇരത്തോട് ഭാഗത്ത് 10,000-ഓളം താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരാഴ്ചയായി വളർത്തുപക്ഷികൾ ചത്തുവീഴുന്നുണ്ടെങ്കിലും പരിശോധനാ ഫലം വരാൻ വൈകി.
ഇത് രോഗം വ്യാപിക്കാൻ കാരണമായെന്ന് സംശയമുണ്ട്. പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ ഇന്ന് കൊന്നൊടുക്കും. ആലപ്പുഴ ജില്ലയിൽ 12,678 വളർത്തുപക്ഷികളെയാണ് കള്ളിംഗ് ജോലികൾക്ക് വിധേയമാക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 54,000 രൂപയ്ക്ക് മുകളിലെത്തി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,785 രൂപയും പവന് 560 രൂപ വർദ്ധിച്ച് 54,280 രൂപയായി. GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 59,000 രൂപയോളം ഉപഭോക്താവ് നൽകേണ്ടി വരും. സ്വർണ്ണവില വീണ്ടും 54,000 രൂപയ്ക്ക് മുകളിലെത്തി. വെള്ളിയാഴ്ച ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,785 രൂപയും പവന് 560 രൂപ വർദ്ധിച്ച് 54,280 രൂപയുമായി. ഏപ്രിൽ 20-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ബുധനാഴ്ച ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയും വർദ്ധിച്ചിരുന്നു. ഇതോടെ 2 ദിവസം കൊണ്ട് സ്വർണം പവന് 880 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില $2,388 രൂപയുടെ വിനിമയ നിരക്ക് ഡോളറിന് 83.49 രൂപയും. പണപ്പെരുപ്പം സംബന്ധിച്ച റിപ്പോർട്ടുകളെ തുടർന്ന് US ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന കണക്കുകൂട്ടലിൽ സ്വർണം നിക്ഷേപം വർദ്ധിക്കുന്നതാണ് വില കൂടാൻ കാരണം. ഏപ്രിൽ 19-ന് രേഖപ്പെടുത്തിയ പവന് 54,520 രൂപയാണ് ഇതുവരെ സ്വർണത്തിന് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഉയർന്ന നിരക്ക്. സ്വർണം പവന് 54,280 രൂപയോടുകൂടി GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 59,000 രൂപയോളം ഉപഭോക്താവ് നൽകേണ്ടി വരും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘം 6ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷത്തിന് തുടക്കമായി. കലശാഭിഷേകം, ഗുരുപൂജ, പ്രഭാഷണം, അന്നദാനം, താലപ്പൊലി, ദീപക്കാഴ്ചയടക്കം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. ഈ മാസം 18-ന് വൈകിട്ടോടെ പരിപാടി സമാപിക്കും. വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘം 6ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന് തുടക്കമായി. കലാഭിഷേകം, ഗുരുപൂജ, പ്രഭാഷണം, അന്നദാനം, താലപ്പൊലി, ദീപക്കാഴ്ചയടക്കം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ഈ മാസം 18-ന് വെടിക്കെട്ടോടെയാണ് പരിപാടികൾ സമാപിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 5:30-ന് ഗണപതി പൂജ, 8-ന് ഗുരുപൂജ, സരസ്വതി പൂജ, വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി എന്നിവ നടന്നു. 9 മണിക്ക് ഇരവുകാട് നാരായണീയ പാരായണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയം, 10-ന് വിശേഷാൽ ഗുരുപൂജ, 11:30-ന് ഡോക്ടർ ജയ വിജയന്റെ പ്രഭാഷണവും നടത്തി. പലപ്പോഴും വെറുതെ ഉണ്ടും ഉറങ്ങിയും കലഹിച്ചും നടക്കുന്നതിനിടയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എന്നറിയുമോ? അതിന്റെ ഒന്നാമതായ ഉത്തരം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ, നാം ആരാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം. ഞാൻ ആരാണ്? ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ അന്നദാനം, വൈകിട്ട് 6-ന് ദീപാരാധന, 7 മണിക്ക് കൈകൊട്ടിക്കളി, മറ്റ് നൃത്യങ്ങൾ എന്നിവയും പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അരങ്ങേറി. ഗുരുമന്ദിരം സെക്രട്ടറി ഷീബ ലവൻ, പ്രസിഡന്റ് CS സുജിത്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ആലപ്പി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ACPL ഫ്ലഡ് ലൈറ്റ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ആലപ്പുഴ നഗരസഭ വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ഇന്ന് ഒരു വലിയ വെല്ലുവിളിയെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ, പുതിയ ചെറുപ്പക്കാർ അവർ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളിലേക്ക്, മറ്റു മേഖലകളിലേക്കുമെല്ലാം കടന്നുപോകുന്ന ഒരു ഭയാനകമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോഴാണ്
അത്തരം സന്ദർഭങ്ങളിലേക്കൊന്നും പോയി പെടാതെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമാകാനും ആ ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണപരമാകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനും സജ്ജരായിക്കൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചതിയിൽ അകപ്പെടാതെ യുവാക്കളെ നേരായ മാർഗത്തിലൂടെ പോകാൻ ഏറെ സഹായിക്കുന്ന ഒന്നായി സ്പോർട്സ് മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ക്ലാരമ്മ പീറ്റർ, PS ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ACPL സെക്രട്ടറി MD ബിലാൽ സ്വാഗതവും ഉനൈസ് നന്ദിയും പറഞ്ഞു. ACPL കമ്മിറ്റി അംഗങ്ങളായ അഖിൽ, ആരിഫ്, റമീസ്, രാജേഷ്, ജോണി, ഷുഹൈബ്, സഫീർ, സമീർ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നിരിക്കെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും +1 ബാച്ചുകൾ അനുവദിക്കുന്നതിനുമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സർക്കാരിന് ആവശ്യപ്പെടാം. എന്നാൽ ചട്ടത്തിന്റെ പേര് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അല്ലെങ്കിൽ +1 പുതിയ ബാച്ച് അനുവദിക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ട പ്രശ്നമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടാൽ അവരെന്തൊക്കെ അനുവദിക്കില്ല. അപ്പം പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ നടപടി ശരിയല്ല. മഴക്കാലത്തിന് മുൻപ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമില്ല. ആർക്കും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നുവെന്നും ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ദുസ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. മഴക്കാലത്തിന് മുമ്പ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാകും. അതുണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. +1 പ്രവേശനത്തിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. നാട്ടിലെ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും വെല്ലുവിളി ഉയർത്തുകയാണ് ജനങ്ങൾക്ക് നേരെ. ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ഒരു ദുസ്ഥിതിയാണ് കാണാൻ കഴിയും. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, സഞ്ജീവ് ഭട്ട് എന്നിവരും രമേശ് ചെന്നിത്തല MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിൽ ഈ മാസം 19-ന് മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ നഗരസഭ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ തീരുമാനമായി. ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഓരോ വാർഡുകളിലും ശുചിത്വ കമ്മിറ്റി കൂടി. കോഴി ഫാമിൽ ഉൾപ്പെടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 4 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ തഴക്കര, തലവടി, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 54,000 രൂപയ്ക്ക് മുകളിലെത്തി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,785 രൂപയും പവൻ 560 രൂപ വർദ്ധിച്ച് 54,280 രൂപയായി. GST, പണിക്കൂലി, HUID ചാർജ് എന്നിവ കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 59,000 രൂപയോളം ഉപഭോക്താവ് നൽകേണ്ടി വരും. വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘം 6ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന് തുടക്കമായി. കലാശാഭിഷേകം, ഗുരുപൂജ, പ്രഭാഷണം, അന്നദാനം, താലപ്പൊലി, ദീപക്കാഴ്ചയടക്കം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ഈ മാസം 18-ന് വൈകിട്ടോടെ പരിപാടികൾ സമാപിക്കും. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ആലപ്പി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഫെഡറേറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.